അങ്ങനെ നമ്മുടെ തലേന്ന് കല്യാണത്തിൻ്റെ തലേന്ന് ഉള്ള വ്യൂ ആണിത്. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തരായി വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിനുള്ളിൽ പ്രാർത്ഥന നടക്കുകയാണ്. തലേന്ന് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ മേക്കപ്പ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഞാനാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റിയത്. ആദ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയതൊന്നും തോന്നില്ല. പക്ഷേ ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഡ്രസ്സാണ് അവൾ കല്യാണ തലേന്ന് ഇട്ടത്. ഒന്ന് ഈ പിങ്ക് ഡ്രസ്സും ഒന്നൊരു വൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ മധുരം വെപ്പിലേക്ക് കടന്നപ്പോൾ വൈറ്റ് ഡ്രസ്സിലേക്ക് അവൾ ചേഞ്ചായി. അപ്പോൾ അതിന് ഇടയിൽ കുറേ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരുന്നു. പ്രയർ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇനി കാണാൻ പോകുന്നത് മധുരം വെപ്പ് ആണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളുടെ സമന്വയമാണ് കേരളത്തിലെ കല്യാണം. ഓരോന്നിനും അഗാധമായ അർത്ഥവും പ്രാധാന്യവുമുണ്ട്. അടുത്തതായി മണ്ഡപത്തിൽ നടക്കുക മധുരം വെപ്പ് ചടങ്ങ്. മധുരം വെപ്പ് കേരള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിവാഹങ്ങളിൽ ഒരു പെണ്ണിന് മധുരം കൊടുക്കട്ടെ എന്നും തലതൊട്ടപ്പനും നിലട്ടന്നെയാണ് ചോദിക്കുന്നത്. മധുരം കൊടുക്കട്ടെ പ്രകാശ് മാമന് തങ്കേണ്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. മധുരം കൊടുക്കട്ടെ തടസ്സമുണ്ടാ. ലിംനയുടെ കല്യാണ തലേന്ന് ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങളുടെ മീനക്കുട്ടിയുടെ പിറന്നാൾ. അപ്പോൾ ഞങ്ങൾക്ക് മധുരം വെപ്പൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഞങ്ങൾ കുഞ്ഞിൻ്റെ കേക്ക് മുറിക്കാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ മീനുവാവയുടെ കേക്ക് കട്ട് ചെയ്തു. കുഞ്ഞാൻ്റെയും മോളും മാച്ചായിട്ടാണ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ മീനുവാവേ. അങ്ങനെ ഞങ്ങളുടെ കല്യാണ തലേന്ന് വിശേഷം ഇവിടെ നമ്മുടെ മീനുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങോടുകൂടി അവസാനിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ ആയി ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടി. അപ്പോഴാണ് ഞങ്ങളുടെ എസ്തേർ വാവ, എൻ്റെ ഏറ്റവും ഇളയ മാമൻ്റെ മോളാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാണ് അമ്മയുടെ കുടുംബത്തിൽ. അപ്പോൾ വാവയുടെ പ്രത്യേകമായ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ കല്യാണ തലേന്ന് ഞങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടി സന്തോഷപൂർവ്വം എന്താ പറയുക ആഘോഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ തലേന്നാളത്തെ കല്യാണ പരിപാടി ഇതാ അവസാനിക്കാറായി. ഏകദേശം അവസാനിച്ച് എല്ലാ ആൾക്കാരും പോയി. ഇതാ നമ്മുടെ ആരോ എന്നെ വിളിച്ചിട്ടേ